ഏറ്റവും കൂടുതൽ ബാത്റൂമിൽ കംപ്ലൈന്റ് വരുന്നതും ഫസ്റ്റ് വരുന്നതും എന്ന് വെച്ചാൽ എൽത്തോസെറ്റിനാണ്. ഇതിന്റെ ആ സ്പ്രിങ്ങും ആക്ഷൻസ് അതിന് ഏറ്റവും കൂടുതൽ വരുന്നത് 200 രൂപ ഉള്ളു ഈ ഒരു ഹെഡിന്. 200 രൂപക്ക് ഈ ഒരു ഹെഡ് ബ്രാൻഡഡ് കമ്പനീസിന്റെ ചിന്തിക്കേ വേണ്ട, അത്രയ്ക്ക് പ്രൈസ് വ്യത്യാസമുണ്ട്. 4 ഇഞ്ചിന്റെ ഷവർ, 6 ഇഞ്ചിന്റെ 8 ഇഞ്ചിന്റെ വേണമെന്നൊക്കെ പറയും. ഇതിനൊക്കെ പ്രമുഖ ബ്രാൻഡുകളൊക്കെ ഭയങ്കര റേറ്റ് ആണ്. 900 രൂപ ഉള്ളു. 900 രൂപക്ക് പ്രമുഖ ബ്രാൻഡിനെ ചിന്തിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് പ്രൈസ് വ്യത്യാസമുണ്ട്. അത് ഏത് കമ്പനിയുടേതായിക്കോട്ടെ, ഏത് ഷോപ്പ് ആയിക്കോട്ടെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മികച്ച റേറ്റ് കുറവ് ഇവിടെ കാണിക്കും, അത് ഗ്യാരണ്ടിയാണ്. നമ്മളൊരു വീട് പണിയാൻ നേരത്ത്, വീട് പണിതതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് വീടിന്റെ ബാത്ത് ഫിറ്റിങ്സുകളെ കുറിച്ച് നോക്കുന്നത്. അത് പലപ്പോഴും നമ്മുടെ ബഡ്ജറ്റിന് മുകളിലേക്ക് പോകാറുണ്ട്. ഒരു 5 ബാത്റൂമുള്ള ഒരു വീടാണെങ്കിൽ പലപ്പോഴും 2 ബാത്റൂമിലേക്ക് മാത്രം ബാത്ത് ഫിറ്റിങ്സുകൾ ചുരുക്കാറുണ്ട്. അതിന് കാരണം നമ്മുടെ ബഡ്ജറ്റിൻ്റെക്കാളും ലിമിറ്റ് കടന്നു പോകുമ്പോഴാണ്. നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡും യൂസ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റും മാറും. അപ്പം അതിന് പറ്റിയൊരു ഷോപ്പിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ക്വാളിറ്റി വൈസും അതുപോലെ പ്രൈസ് വൈസും മികച്ചു നിൽക്കുന്ന ഒരു ഷോപ്പിനെ കുറിച്ചാണ്. സോ വെൽക്കം ബാക്ക് ടു ആഷ്ടൻസ് കോട്ട് സെറ്റ്സ്. ഈ ഇടപ്പള്ളി സെയിന്റ് ജോർജ് ചർച്ചിന് ഓപ്പോസിറ്റ് സൈഡുള്ള റോഡിലാണ് ഈ സ്ഥാപനം. ട്രാൻസ് ട്രേഡിംഗ് കമ്പനി. യെസ് അവിൻ, എൻ്റെ ഒരു സുഹൃത്താണ് ഈ ഇവിടെ ഒരു ഷോപ്പിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന വീടിന് ബാത്ത് ഫിറ്റിങ്സിന് വേണ്ടി അന്വേഷിച്ചു വന്നപ്പോഴാണ് പല പ്രമുഖ നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഒക്കെ ഞാൻ അന്വേഷിച്ച്, അപ്പോൾ ഫിറ്റിങ്സ് നോക്കിയപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനേക്കാളും കൂടിപ്പോണ കാരണമാണ്. എൻ്റെ ഒരു സുഹൃത്താണ് ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, ഇടപ്പള്ളി പള്ളിയുടെ അടുത്തുണ്ട്, പള്ളിയുടെ ഓപ്പോസിറ്റ് റോഡിലേക്കാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിവിടെ നിന്ന് കണ്ടപ്പോഴാണ് ഞാൻ പല പ്രമുഖ ബ്രാൻഡുകളുടെയും ബാത്ത് ഫിറ്റിങ്സിൽ കണ്ട് അതേ ക്വാളിറ്റിയിൽ, അതേ ഫിനിഷിങ്ങിൽ, അതിനേക്കാളും വളരെ മികച്ച പ്രൈസിൽ, മികച്ച ലോ പ്രൈസിലാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ എന്താണ് ഈ പ്രൊഡക്റ്റുകളുടെ നിങ്ങളുടെ പ്രത്യേകത? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകൾ ഇത്രയും പ്രൈസ് കുറച്ച് അതേ ക്വാളിറ്റിയും ആ ഫിനിഷിങ്ങിൽ കൊടുക്കാൻ പറ്റണത്? ഇത് ഞങ്ങൾ 95 തുടങ്ങിയതാണ്. 95 ഓൺവേർഡ്സ് ഫാദർ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രസ്സിലായിട്ട് ഞങ്ങളുടെ ഒരു യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട് ഡൽഹിയിൽ. ഓക്കെ, അതിൽ നിന്ന് അത് കാരണം ഞങ്ങൾക്ക് ഇപ്പോഴും ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഫുൾ ബ്രാസിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ തന്നെ ഓൺ മാനുഫാക്ചേഴ്സ് ആണ് നിങ്ങളുടെ ഈ ബ്രാൻഡിന്റെ? ഏതാണ് ബ്രാൻഡ് വരുന്നത്? ഞങ്ങളുടെ പേര് ട്രാൻസ് ലക്സസ് എന്ന് പറഞ്ഞിട്ടാണ് ബ്രാൻഡിന്റെ പേര്. നമ്മുടെ ബാത്റൂമിലേക്ക് നമ്മുടെ ഷവേഴ്സ് എല്ലാം വരുന്ന ഒരു കൺസീൽഡ് ഡൈവേർട്ടേഴ്സ് എന്ന് പറയും. അപ്പൊ പലപ്പോഴും വീട്ടുകാർക്ക് മനസ്സിലാവില്ല ഡൈവേർട്ടർ എന്താണെന്നുള്ളത്. നമ്മുടെ ബാത്റൂമിൽ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും അതുപോലെ ഷവറിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ചെയ്യുന്നത് ഇതിലാണ്. ഇതിന്റെ ഒരു യൂണിറ്റ് കൺസീൽഡ് ആയിട്ട് വെക്കേണ്ടത്, ടൈൽസ് പിടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വോളിൽ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഐറ്റം തീർച്ചയായിട്ടും വോളിൽ ടൈൽസ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മേടിച്ചിരിക്കണം. അതിനുശേഷം ലാസ്റ്റ് ആണ് ഇതിന്റെ ഔട്ടർ പ്ലേറ്റ് വെക്കേണ്ടത്. ഇത് ഒരു ക്വാളിറ്റി ബേസ് ആയിട്ടല്ലെങ്കിൽ പിന്നീട് അത് ബുദ്ധിമുട്ട് വരും. ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ പല കമ്പനിക്കും ഞാൻ കണ്ടിട്ടുണ്ട്, സെയിം മോഡൽ തന്നെ. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്കും അതേ മോഡൽ തന്നെയാണ്. ഇതിന്റെ അകത്തുള്ള പാർട്സ് ഒക്കെ ബ്രാസ് തന്നെ ഉള്ളത്? നമ്മുടെ ഫുൾ ബ്രാസ് ആണ്. ഫുൾ ബ്രാസ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എല്ലാം ബ്രാസ് ആണ്. ബ്രാസ് പ്ലേറ്റ് ആണ്. ഇൻ കേസ് നമുക്ക് ഷീറ്റ് ഈ പ്ലേറ്റ് യൂസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ 304 കുറഞ്ഞ പ്ലേറ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. 304 ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസിംഗ് ഇല്ലാത്ത രീതിയിൽ. വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഇത് നോർമൽ സെയിം 10 ഇയർ വാറണ്ടി തന്നെ, 10 ഇയേഴ്സ് വാറണ്ടിയും കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. നമ്മളിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് കസ്റ്റമറിനോട് ചോദിക്കണം, നമ്മൾ ഇത് ഇങ്ങനത്തെ ഒരു മോഡലില് നോർമൽ ഒരു ബ്രാൻഡഡ് കമ്പനീസിന്റെ ഇത് ഫിക്സ് ചെയ്ത് മേടിക്കുന്നേക്കാളും നമുക്ക് ഏകദേശം പ്രൈസ് വൈസ് നോക്കാൻ നേരത്തെ എത്ര ശതമാനം നമുക്ക് ഇതിന്റെ റേറ്റിൽ കുറവുണ്ടാവും, അല്ലെങ്കിൽ വാല്യൂ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? വാല്യൂ നമ്മളിപ്പോ നോക്കുമ്പോൾ നമുക്ക് ഈ ഡിസൈൻ ഒത്തിരി ടൈപ്പ് ഉണ്ട്. നമുക്ക് 45 കാറ്ററേജ്, 45 mm കാറ്ററേജിലുണ്ട്, 40 mm കാറ്ററേജിലുണ്ട്, 35 mm കാറ്ററേജ്. ഒരു കറക്റ്റ് നമ്മളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 45 mm കാറ്ററേജ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ആയിട്ട് നമ്മുടെ ഒരു 30 to 40% നിങ്ങളുടെ കോസ്റ്റ് കുറവായിരിക്കും. 40% വ്യത്യാസം ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ ക്വാളിറ്റിയും ബെസ്റ്റ് ആണ്, പ്രൈസിൽ നല്ല വ്യത്യാസം കാണിക്കും. ഓക്കെ. നമ്മൾ സാധാരണ വീട്ടുകാർക്ക് അറിയാവുന്നതെന്ന് പറയുന്നത് ഈ എൽത്തോസെറ്റിന്റെ ഈ ഹാം ഫിറ്റിങ്സുകളാണ്. ഇതിന് പല ബ്രാൻഡുകൾക്കും പല റേറ്റാണ്, ഭയങ്കര റേറ്റുകളാണ് അതിൻ്റെ വരുന്നത്. അപ്പൊ ഇതിന് നിലവിലുള്ള പല കമ്പനീസിനുള്ള പോലെ തന്നെ ഇതൊന്നും ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും എല്ലാവർക്കും ഓൾമോസ്റ്റ് സിമിലർ മോഡൽസിലാണ് വരുന്നത്. നല്ല നല്ല മോഡൽസ് ABS മെറ്റീരിയലുണ്ട്,
അതുപോലെ സ്റ്റീലിന്റെ വരുന്നുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലിലുണ്ട്, അത് ക്വാളിറ്റി സ്റ്റീൽ, നല്ല ക്വാളിറ്റി ABS മെറ്റീരിയൽ വരുന്നുണ്ട്. പല മോഡലുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നോക്കി നല്ല സൂപ്പർ മോഡലാണ്. ഇതെല്ലാം മാർക്കറ്റിൽ ഇപ്പൊ നിലവിൽ വരുന്ന മികച്ച ബ്രാൻഡുകൾ എന്ന് പറയുന്ന കമ്പനീന്റെ അതേ ക്വാളിറ്റി തന്നെയാണ് ഇവിടെ വരുന്നത്. തൂക്കത്തിന് മാത്രം ബാത്ത് ഫിറ്റിങ്സ് കൊടുക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. അത്തരം മെറ്റീരിയൽസേ അല്ല, ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ക്വാളിറ്റി മികച്ച ക്വാളിറ്റിയാണ്, മറ്റേത് പോലെയല്ല. അതിന് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അതിന്റെ ക്വാളിറ്റിനെ കുറിച്ച്. അപ്പൊ ആ ക്വാളിറ്റി അല്ല, മികച്ച ബ്രാൻഡുകളുടെ അതേ ക്വാളിറ്റിയും അതേ ഫിനിഷിങ്ങിലാണ് എൽത്തോസ്. ഏറ്റവും കൂടുതൽ ബാത്റൂമിൽ കംപ്ലൈന്റ് വരുന്നതും ഫസ്റ്റ് വരുന്നത് എന്ന് വെച്ചാൽ എൽത്തോസെറ്റിനാണ്. ഇതിന്റെ ആ സ്പ്രിങ്ങും ആക്ഷൻസ് അതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ കംപ്ലൈന്റ് എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രമുഖ ബ്രാൻഡായ പോലും ഇതിന് ആക്ഷൻസ് നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യണേ. കാരണം അവർക്ക് കംപ്ലൈന്റ് വരണം, അവർക്ക് വരുന്ന അതേ കംപ്ലൈന്റുകളൊക്കെ ഇതിനും വരുള്ളൂ. അല്ലാണ്ട് ഇത് ആദ്യം ചീത്തയായി പോകുന്നില്ല. പക്ഷേ റേറ്റ് ആണെങ്കിൽ ഭയങ്കര കുറവുണ്ട്. ഇതിന്റെ പ്രൈസ് എത്രയുണ്ട് അതിന് വരുന്നത്? ഇത് ഏകദേശം ഒരു ഹെഡിന് ഒരു 200 ആ റേഞ്ച്. 200 രൂപ ഉള്ളു ഈ ഒരു ഹെഡിന്. 200 രൂപക്ക് ഈ ഒരു ഹെഡ് ബ്രാൻഡഡ് കമ്പനീസിന്റെ ചിന്തിക്കേ വേണ്ട, അത്രയ്ക്ക് പ്രൈസ് വ്യത്യാസമുണ്ട്. അത് ഇവിടെ നേരിട്ട് വന്ന് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അത്രയ്ക്ക് വ്യത്യാസമുണ്ട്. ഇപ്പൊ നോർമൽ കൂടുതൽ സെയിൽ എനിക്ക് ഒരു നോർമൽ ഡിസൈൻ ആണ് പാറ്റേൺ. ഇതിനൊക്കെ എത്ര വരുന്നുണ്ട്? 120 ആ റേഞ്ച്. 120 രൂപ ഉള്ളു. ബാത്റൂമിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് ബ്രാൻഡാണെന്നുള്ള ആരും ലെൻസ് വെച്ച് അന്വേഷിച്ച് നടക്കില്ല. അതിന്റെ ക്വാളിറ്റി മാത്രമേ നോക്കുള്ളൂ, പിന്നീട് വരുന്ന മെയിൻ്റെനൻസിന്റെ ക്വാളിറ്റി. അപ്പൊ അതുകൊണ്ട് ബാത്ത് ഫിറ്റിങ്സുകളൊക്കെ ഇത്തരം മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബഡ്ജറ്റിൽ നിൽക്കുകയും ചെയ്യാം, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതെല്ലാം നിസ്സാരമായ പ്രൈസുകളും ഉള്ളു. ഇതിന്റെ അതുപോലെ തന്നെ വേറെ വരുന്നത് നമ്മുടെ ഷവറുകളാണ്. ഈ ഷവറുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ നല്ല ഷവറുകൾ വേണം, 4 ഇഞ്ചിന്റെ ഷവർ, 6 ഇഞ്ചിന്റെ 8 ഇഞ്ചിന്റെ വേണം എന്നൊക്കെ പറയും. ഇതിനൊക്കെ പ്രമുഖ ബ്രാൻഡുകളൊക്കെ ഭയങ്കര റേറ്റ് ആണ്. ട്രാൻസ്ലെക്സസ് എന്ന് പറഞ്ഞ ഈ ബ്രാൻഡിന് ഇത് ABSന്റെ മെറ്റീരിയലാണ്. അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നുണ്ട്, അത് ക്വാളിറ്റി സ്റ്റീലിലാണ് വരുന്നത്. സ്റ്റീൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? സ്റ്റീൽ ഇപ്പൊ 2 കാറ്റഗറിയിൽ നമുക്ക് വരുന്നുണ്ട്. 202 ഉണ്ട്, 304 ഉണ്ട്. 304 വരുന്നുണ്ട്. ഇപ്പൊ 304 തന്നെ നമ്മുടെ കോസ്റ്റൽ ഏരിയയിലും ഇവരൊക്കെ കൂടുതലും 304 തന്നെ എടുക്കണ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. ഇത് ABS മെറ്റീരിയലാണ്. രണ്ടിനും കോസ്റ്റ് രണ്ട് തരമാണ്. ഈ മെറ്റീരിയൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്രമുഖ ബ്രാൻഡ് ആണെങ്കിൽ ഇതിപ്പോ 6 ഇഞ്ചാണ് വരുന്നത്. ഇതിപ്പോ 8 ഇഞ്ച്. 8 ഇഞ്ചിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു മോഡലാണ്. അപ്പൊ പല കമ്പനിക്കും പല റേറ്റ് ആണ്. ഇതിന് എത്ര വരുന്നുണ്ട്? നമ്മുടെ നമുക്കിപ്പോ 304 ക്വാളിറ്റി വരുമ്പോ ഒരു 900 ആ റേഞ്ച് വരും. 900 രൂപ ഉള്ളു. 900 രൂപക്ക് പ്രമുഖ ബ്രാൻഡിനെ ചിന്തിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് പ്രൈസ് വ്യത്യാസമുണ്ട്. നോക്കി ഇതിന്റെ റെയിൻ ഷവറിൽ വരുന്നതാണ്. ഇത് നമ്മൾ പ്രഷർ പമ്പ് വെച്ചാൽ ഏത് കമ്പനിയുടെ വെച്ചാലും കാര്യമുള്ളൂ, കറക്റ്റ് റെയിൻ ഷവറിന്റെ ആ ഒരു ഇത് വരുള്ളൂ, ഫീല് കിട്ടുള്ളൂ. പിന്നെ ഇത് വരുന്നത് ABSന്റെ വരുന്നത്. ABSന് സ്റ്റെയിൻലെസ് സ്റ്റീലിനേക്കാൾ റേറ്റ് കുറവാണ്. ഇതും ക്വാളിറ്റിയിലും ഫിനിഷിങ്ങിലൊക്കെ മികച്ചു നിൽക്കണം. ഇതിന് എന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇതൊക്കെ ഇപ്പൊ ഒരു 6 ഇഞ്ച് വരുമ്പോഴേക്ക് ഒരു 400 400 രൂപ 6 ഇഞ്ച് വരുന്നത്. ഇതിന്റെ ഷേപ്പും ഇത് കണ്ട. അതുപോലെ ആംഷവർ ഇപ്പൊ നേരത്തെ കാണിച്ചു ആംഷവർ ഉണ്ട്. ഈ ആംഷവറും ക്വാളിറ്റി കാണുമ്പോൾ തന്നെ മികച്ച ക്വാളിറ്റി ഇതിനകത്ത് വേണ്ടിയിട്ടുണ്ട്. ഇതിനകത്ത് അഡ്ജസ്റ്റബിൾ സംഭവങ്ങളുണ്ട്. ഇതിനൊക്കെ പ്രമുഖ ബ്രാൻഡുകൾ, ഇപ്പൊ ഞാൻ ഒന്നിന്റെ പേര് പറയാനുള്ള, അതിനേക്കാളും മികച്ച പ്രൈസ് വ്യത്യാസമാണ്. അതേ ഫിനിഷിങ്ങിലും ക്വാളിറ്റിയിലും. ഇത് ABS മെറ്റീരിയൽ ആണ്. ഇതിന് എന്ത് പ്രൈസ് വരുന്നുണ്ട്? അതൊക്കെ ഒരു 750 വരും. ഫുൾ സെറ്റ്, ഫുൾ ട്യൂബ് എല്ലാം, അതായത് ഈ ചെയിൻ ഉൾപ്പെടെ. സാധാരണ കമ്പനീസിന് വരാൻ നേരത്ത് ചെയിൻ സെപ്പറേറ്റ്, ഇത് സെപ്പറേറ്റ്, ഓരോന്നും സെപ്പറേറ്റ് ആണ്. നമ്മൾ ഞെട്ടിപ്പോണ റേറ്റ് ആണ്. അപ്പൊ ഓരോന്നും എടുത്ത് തന്നിടത്ത് നമ്മൾ അറിയുള്ളൂ. ഇതും ചെയിൻ ഉൾപ്പെടെയാണ് 750 റേഞ്ചിൽ വരുന്നത്. അപ്പൊ അതിന്റെ ചെറുതാണ്, ഇതിനും പ്രൈസ് കുറവാണ്. ഞാൻ ഓരോന്ന് എടുത്തെടുത്ത് പറയണത്തിൽ ഒത്തിരി മോഡൽസ് ഉണ്ട്. നമ്മളിവിടെ കണ്ട് നമുക്ക് ഇഷ്ടമുള്ള മോഡൽസ് തിരഞ്ഞെടുത്ത് പ്രൈസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യണ്ട. ആകെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിന്റെ ഒരു കൊട്ടേഷൻ ഏതെങ്കിലും ഡീലേഴ്സിന്റെ അവിടെ നിന്ന് മേടിക്കുക. ആ പ്രൈസ് ടാഗ് വെച്ചിട്ട്, പ്രൈസ് മറച്ചു വെച്ചിട്ട് ഇവിടെ വന്നിട്ട് അതേ ഐറ്റംസ് ഇവരുടെ ബ്രാൻഡിന്റെ സംഭവം എടുത്തു നോക്കുക. ആ പ്രൈസ് വ്യത്യാസം തീർച്ചയായിട്ടും മനസ്സിലാവും എന്താണ് നമ്മുടെ വ്യത്യാസം എന്നുള്ളത്. അത് ഏത് കമ്പനിയുടേതായിക്കോട്ടെ, ഏത് ഷോപ്പ് ആയിക്കോട്ടെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മികച്ച റേറ്റ് കുറവ് ഇവിടെ കാണിക്കും, അത് ഗ്യാരണ്ടിയാണ്. നമ്മുടെ ബാത്റൂമിൽ ഏറ്റവും കൂടുതൽ എണ്ണത്തിൽ നമ്പേഴ്സിൽ ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്, ആംഗിൾ കോക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ പ്ലംബേഴ്സ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ കോക്കിന്റെ ഒരുപാട് ഐറ്റം ഉണ്ടാവും. നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട് ഇതെന്തിനും ഇത്ര മാത്രം എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ആവശ്യത്തിൽ ഓരോ ഫിറ്റിങ്സുകൾ ഈ സാധനം ആവശ്യമുണ്ട്. നമ്മളെ ഹെൽത്ത് ഹോസ്പിറ്റലാണെങ്കിലും ഷവറിന്റെ ഇതിന്റെ ആയാലും
വാഷ് ബേസിൻ്റെ ആയാലും ഇതിൻ്റെ എല്ലാം കണക്ഷൻ ഇവിടെയാണെന്നാണ് നമ്മൾ കൺട്രോൾ ചെയ്യണം, ഓഫ് ഓൺ ചെയ്യണത്. വെള്ളത്തിൻ്റെ ഫ്ലോ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും യൂസ് ചെയ്യാനും. അപ്പോൾ ഇതെന്തായാലും ഇതിൻ്റെ എണ്ണത്തിൽ കൂടുതലുള്ള കാരണം നമ്മൾ പ്രൈസും അതനുസരിച്ച് മാറും. അപ്പോൾ ഇതിൻ്റെ മോഡൽ ഏകദേശം എല്ലാ കമ്പനികൾക്കും ഏകദേശം ഒരേപോലെ തന്നെ. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന മോഡലുകൾ. ഇതും കോമൺ ആയിട്ട് വരുന്ന മോഡൽ. ഇപ്പം ഇതെല്ലാം എന്ത് പ്രൈസ് വരുന്നുണ്ട്? എത്ര വരുമ്പോഴേക്കൊരു 300 റേഞ്ച്, 300 രൂപ വരുന്നുള്ളൂ. ഒരു പ്രമുഖ ബ്രാൻഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബ്രാൻഡഡ് കമ്പനി ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും അറിയാവുന്ന കുറേ ബ്രാൻഡുകളുണ്ട്. അതിനൊക്കെ കൊടുക്കണമെങ്കിൽ ഏകദേശം എത്ര രൂപ വരുന്നുണ്ട്? ഇപ്പോൾ ബാക്കി എന്തായാലും ആംഗിൾ ഹെവി വരുമ്പോഴേക്കും എന്തായാലും ഒരു 500 to 600 വരെ ആ റേഞ്ച് വരും. 500-600 രൂപയോളം വരുന്നുണ്ട് കമ്പനീസിന്റെ. ഇത് ഇവരുടെ കമ്പനി കാരണം, അതായത് ക്വാളിറ്റി ബെസ്റ്റ് ആണ്. ഞാൻ പറയുന്നത് ഇതിന്റെ അകത്തുള്ള കോട്ടിംഗ് ഒക്കെയാണ് ഇതിന്റെ മെയിൻ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അത് പലപ്പോഴും ഇതിന്റെ അകത്തുള്ള കോട്ടിങ് കുറഞ്ഞ കമ്പനി എന്ന് പറഞ്ഞാൽ മോശമായിരിക്കും എന്ന് പറയും. അപ്പോൾ നല്ല ക്വാളിറ്റിയാണ്. ഇതിനകത്ത് ബ്രാസ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് എന്താണ് അതിന്റെ ഫിനിഷിങ് എന്താണെന്നുള്ളത്. ഇതേ ക്വാളിറ്റി ബേസ് ചെയ്തിട്ട് റേറ്റും കുറവായിട്ടുള്ള 300, 250, 300 റേഞ്ചിൽ പല മോഡലും പല റേറ്റാണ് വരുന്നത്. എന്ത് വന്നാലും അതിനൊരു ഹാഫ് പ്രൈസോളം, ഒരു 50-40% കുറവാണത് ഇതിൻ്റെ പ്രൈസിൽ. ഇതെന്നാലും ഒരു വീട്ടിലേക്ക് ബാത്റൂം എടുക്കുമ്പോൾ ഇത് ഇല്ലാണ്ട് ഒരു ബാത്റൂം ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആംഗിൾ കോക്ക് എടുക്കാൻ നേരത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ കിച്ചണിലെ ഈ സിങ്ക് ടാപ്പിൽ ഇത് സെപ്പറേറ്റ് ആണ്, ഇത് സെപ്പറേറ്റ് ആണ്. ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇത് മാറ്റാവുന്നതാണ്, ഇത് മാറ്റാം, ഇത് മാറ്റാവുന്നതാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. നമ്മളൊരു വീട്ടിലെ ബാത്ത് ഫിറ്റിങ്സുകൾ, അതുപോലെ കിച്ചൺ ഫിറ്റിങ്സുകളൊക്കെ നമുക്ക് ലിസ്റ്റ് തരാറുണ്ട്. പ്ലംബേഴ്സ് നമുക്ക് ലിസ്റ്റ് തരാകുമ്പോൾ ഓരോ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പം അത് ആ ലിസ്റ്റ് പ്രകാരം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ ഐറ്റംസ് എന്താണെന്നുള്ള വിശദീകരിച്ച് കണ്ട് മനസ്സിലാക്കി നമുക്ക് പോകാവുന്നതാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഐറ്റംസ്, ചിലതിൻ്റെയൊക്കെ പാർട്സുകൾ ഇതിൻ്റെ അകത്തിലേക്ക് പ്ലാസ്റ്റിക് ഉണ്ടാവും, ബ്രാസ് അല്ലാത്ത ഉണ്ടാവും. അപ്പം അതെല്ലാം നമുക്ക് മാർക്കറ്റിൽ റേറ്റ് കുറക്കാനായിട്ട് പല കമ്പനിക്കാരും ഇങ്ങനെയെല്ലാം ചെയ്യാറുണ്ട്. ഇവർ പറഞ്ഞു തരും കൃത്യമായിട്ട് ഇതിനകത്തൊക്കെ എന്താണ്. ഇവരുടെ എല്ലാ പ്രൊഡക്ട്സുകൾക്കും ബ്രാസ് ആണ് അതിൻ്റെ ഇന്നർ ഫിറ്റിങ്സുകളൊക്കെ വരുന്നത്. അതുകൊണ്ട് ലോങ് ലാസ്റ്റിംഗ് ആണ്. അത് തീർച്ചയായിട്ടും ഇവരതൊക്കെ ഗ്യാരണ്ടി തരുന്നുണ്ട്. 10 വർഷത്തോളം ഇവർക്ക് ഗ്യാരണ്ടിയും ഒക്കെ പറയുന്നുണ്ട്. ഇവിടെ ഈ ഷവർ ഐറ്റംസിൻ്റെ അപ്പം ഇത് 4 ഇഞ്ചാണ് വരുന്നല്ലേ? ഇതിപ്പോ 6 ഇഞ്ച്, ഇത് 6 ഇഞ്ച്. ഇത് വേറെ വ്യത്യാസം, അൺസൈസാണ്. ഇത് മറ്റേ സ്പ്രേ വരുന്ന ടൈപ്പാണ്, മിസ് ടൈപ്പ് ആണല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം എടുക്കുമ്പോഴും പ്രഷർ പമ്പിൽ വിട്ട് കളക്ട് ചെയ്യണല്ലേ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇതിൽ നിന്നുള്ള ഫ്ലോ കറക്റ്റ് ആവില്ല. ഇപ്പൊ ചെറിയ സൈസ് ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ഒരു 8 ഇഞ്ച് തൊട്ട് പ്രഷർ പമ്പ് ഉള്ളത് നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ സൈസ് സ്ലിം ആണെങ്കിൽ കുറച്ചും കൂടി പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ മിക്കവാറും ഈ വലിയ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് മേടിച്ചിട്ട് പ്രഷർ ഇല്ലെങ്കിൽ പിന്നെ ഇതിന്റെ പ്രയോജനം ഇല്ലാണ്ടാവും. ഇപ്പോഴും അത്യാവശ്യം പ്രഷർ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ മേടിക്കണം. അതല്ലെങ്കിൽ പ്രഷർ പമ്പ് തീർച്ചയായിട്ടും വെക്കണം. ഈ ABS ടൈപ്പ് ഷവർ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും കട്ടിയുള്ളതുകൊണ്ട് വെള്ളം അത്രയും സ്റ്റോർ ചെയ്തിട്ടേ ബാക്കി താഴത്തോട്ട് വരുള്ളൂ. നോർമലി സ്ലിം ടൈപ്പ് ആണെങ്കിൽ കുറച്ചും കൂടി ആ പ്രഷർ കിട്ടിക്കോളും. ഇപ്പൊ ഒരു 6 ഇഞ്ച് ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് കിട്ടും. എന്തായാലും ആ ഫ്ലോറിന്റെ പൊക്കം കൂടുന്നവരെ കിട്ടുള്ളൂ. ആ പ്രഷറിന് വ്യത്യാസം വരുള്ളൂ. ഇത് ABS ആണ്. ഇത് ABS അല്ല, മെറ്റലാണ്. ABS ഫ്രണ്ട് മാത്രമേ ABS പറ്റും. ഇത് എന്ത് നല്ല മോഡലാണ്. എന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇതൊക്കെ ഒരു 800 റേഞ്ചിൽ വരുന്നല്ലേ? 800 റേഞ്ചിൽ എന്ന് വെച്ചാൽ നമുക്ക് അന്വേഷിച്ചറിയാം ഈ ഒരു മോഡലിൽ എന്ത് വിലയിടുന്ന പ്രമുഖ ബ്രാൻഡുകളുടെയൊക്കെ ഭയങ്കര പ്രൈസ് വ്യത്യാസം. ഇത് കോമൺ ആയിട്ടുള്ള പല ബ്രാൻഡുകൾക്ക് ഉള്ളതാണ് ഈ ഒരു മോഡൽ. ഇതിനൊക്കെ മറ്റേ പകുതി പ്രൈസ് വരുന്നുള്ളൂ. അതിൻ്റെ ക്വാളിറ്റിയിലാണ് വരുന്നേക്കുന്നത്. അപ്പം അതുപോലെ ഇതിൻ്റെ മിക്സർ, ബാത്റൂമിൽ തന്നെ മിക്സർ, ഇതിനൊക്കെ പല ക്വാളിറ്റിയിൽ വരുന്നത് വെച്ചാൽ ഇതിനൊക്കെ ABSന്റെ വരുന്നത് ബ്രാസ് തന്നെ വേണമെന്നാണ് അതിൻ്റെ ക്വാളിറ്റി വരുന്നെങ്കിൽ. ഇതിനകത്തെല്ലാം ചിലത് പ്ലാസ്റ്റിക് വരുന്നത്, ഇതിൻ്റെ അകത്തുള്ള ഫിറ്റിങ്സിൽ പ്ലാസ്റ്റിക് വരുന്നുണ്ട്, കുറഞ്ഞ ക്വാളിറ്റി ഉള്ളതുണ്ട്, സ്റ്റീലിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ക്വാളിറ്റി അറിയണമെങ്കിൽ അത് ആ കമ്പനിയുടെ ചോദിച്ച് മനസ്സിലാക്കാൻ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള ചില ഫിറ്റിങ്സുകൾ പ്ലാസ്റ്റിക് വരുന്നുണ്ട്, അത് പിന്നീട് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ഇതിൻ്റെ അകത്ത് വരുന്ന ചില പാർട്സുകളൊക്കെ ബ്രാസിൻ്റെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കിയാൽ തന്നെ കാണാം ഇതിൻ്റെ അകത്തുള്ള ക്വാളിറ്റി എന്താണ്. അപ്പോൾ ഈ ബ്രാൻഡ് തന്നെ നോക്കി മനസ്സിലാക്കി മേടിച്ച് തീർച്ചയായിട്ടും നമ്മൾ സാധാരണ ഒരു പ്ലംബർ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ല. അവർക്ക് അങ്ങനെ ഇഷ്ടമുള്ള മേടിക്കാറ് പറയാറുള്ളൂ. ഏതെങ്കിലും പെർട്ടിക്കുലർ മോഡലുകൾ മാത്രമേ പറയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കും ഒരു അറിവ്, ഇൻഫർമേഷൻ നമുക്ക് ഇതിനെ കൊണ്ട് കിട്ടുകയും ചെയ്യും.
അതുപോലെ കിച്ചണിൽ യൂസ് ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അന്വേഷിക്കുന്നതാണ് കഴുകാനുള്ള ഈ ഒരു ഫിറ്റിങ്സുകൾ, ബാത്റൂം സിങ്ക് ടാപ്പുകൾ. അപ്പോൾ ഇതെല്ലാം അഡീഷണൽ ആണ്. ഇത് വരുന്നത് സെപ്പറേറ്റ് ആണ്, ഇതും സെപ്പറേറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ പ്രമുഖ ബ്രാൻഡിനേക്കാളും മികച്ച റേറ്റ് കുറവുണ്ട്. ഇതൊക്കെ നല്ല ക്വാളിറ്റീസ് ആണ്. ഇത് ABS ആണ്, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ. അപ്പോൾ ഇതെല്ലാം നല്ല ക്വാളിറ്റീസ് ആണ്. ഇതൊക്കെ ഇത് മാഗ്നറ്റിൽ വരുന്നതാണല്ലേ. ഓക്കെ, ഇത് കൊള്ളാം. ഇതെല്ലാം ഇങ്ങനെ ഫുൾ സെറ്റായിട്ട് വരുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ട്രെൻഡിങ് വരുന്ന സംഭവം ഈ ഒരു മോഡൽ. ഇത് എന്ത് പ്രൈസ് വരുന്നുണ്ട് ഇതിന്? ഇതൊക്കെ ഒരു 2 ഡിസ്കിന്റെ വരും. ഇപ്പൊ 3/4 ഇഞ്ച് ഡിസ്ക് ആയിരിക്കും കുറച്ച് ഫ്ലോ ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഇതിൽ 2 ഫ്ലോ ആണ് നോർമലി വരുന്നത്. ഒന്ന് നമ്മൾ നോർമലില് ടാപ്പിൽ വരുന്ന പോലെ മറ്റേ ഷവറിൽ വരുന്ന പോലെ വരും. ഓക്കെ, അപ്പൊ 3/4 ഇഞ്ച് ഡിസ്കിന്റെ എടുത്താൽ കുറച്ചും കൂടി വെള്ളം കൂടുതൽ വരും അല്ലേ? ഇതിനപ്പുറത്ത് കുറച്ചും കൂടി വെള്ളം കൂടുതൽ കിട്ടുന്ന ഫിറ്റിംഗ് എടുക്കണേ നല്ലത്. ഇച്ചിരി ഫ്ലോ വേണ്ടി. 3/4 ഇഞ്ച് അല്ല അല്ലേ? ഇതിപ്പോ 3/4 ഇഞ്ചിന്റെ മോഡലാണ്. ഇതിന്റെ 1/2 ഇഞ്ചിന്റെ മോഡലും ഉണ്ട്. 3/4 ഇഞ്ചൊക്കെ ആണെങ്കിൽ ഇതിന് എന്ത് പ്രൈസ് വരുന്നത്? 1300 ആ റേഞ്ച്. 1300. ശരിക്കും മറ്റേതിന് നല്ല വിലയുണ്ട് പുറത്ത്. ഇപ്പൊ നമുക്കറിയാവുന്ന ബ്രാൻഡുകൾക്കൊക്കെ നല്ല അത്യാവശ്യം നല്ല വിലയുള്ള ഒരു മോഡലാണ്. കംപ്ലൈന്റ് വളരെ കുറവുള്ള ഒരു മോഡലാണ് ഈ ഒരു സാധനം. പലപ്പോഴും ഇപ്പൊ ആവശ്യമായിട്ട് വന്നേക്കുന്നുണ്ട് പ്രായമുള്ളവര്. അതുപോലെ ഇപ്പം അധികം പ്രായം ആകണമെന്നില്ല. അപ്പോഴേക്കും നമുക്ക് ബാത്റൂമിൽ ക്ലോസറ്റിൽ നിന്നൊക്കെ എഴുന്നേക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പൊ ഈ ഒരു സാധനം ആവശ്യമാണ്. നമ്മൾ ഇതിന് പിടിച്ച് എഴുന്നേക്കാനായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് മടക്കിയും വെക്കാം, 90 ഡിഗ്രി മടക്കി വെച്ചിട്ട് തിരിച്ചും വെക്കാം. കാരണം സ്ഥല സൗകര്യത്തിന് യാതൊരു പ്രശ്നം വരുന്നില്ല. ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിൽ ഇപ്പൊ പ്രമുഖ ബ്രാൻഡുകളിലേക്ക് പഠിക്കുന്നത് ഭയങ്കര റേറ്റാണ്. അപ്പൊ ആ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല റേറ്റ്, ഡിസ്കൗണ്ട് റേറ്റിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം ഈ ഷോപ്പിലുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മികച്ച റേറ്റ് വ്യത്യാസം മേടിക്കാവുന്നതാണ്. ട്രാൻസ് ട്രേഡിംഗ് കമ്പനി ഇപ്പൊ കൊച്ചിയിലെ എടപ്പള്ളി പള്ളിയുടെ അടുത്താണെന്ന് പറഞ്ഞു. ഇപ്പൊ വേറെ ഇത് കൂടാണ്ട് വേറെ എവിടെയെങ്കിലും ഷോപ്പുകളുണ്ട് കേരളത്തിൽ? ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് ഉണ്ട് ഞങ്ങളുടെ. ഒരെണ്ണം ചങ്ങനാശ്ശേരിയിലുണ്ട്, അങ്കമാലിയിലുണ്ട്. ചങ്ങനാശ്ശേരി, അങ്കമാലി സിസ്റ്റർ കൺസേൺസ് ആണ്. ഓക്കെ, ഇത് നമുക്ക് മിക്ക പ്രൊമനന്റ് ഡീലേഴ്സിന്റെ കയ്യിൽ നമ്മുടെ പ്രൊഡക്ട്സ് ഉണ്ടല്ലേ? അപ്പൊ കേരളത്തിൽ എല്ലായിടത്തും നോർത്ത് കേരള എഗെയിൻസ്റ്റ് ഓർഡർ ഒറ്റപ്പാലം വരെ ആയിട്ടുള്ളൂ ഞങ്ങൾ. ഓക്കെ, ബാക്കി സൗത്തിലോട്ടെല്ലാം ഉണ്ട്. പിന്നെ മിക്ക ഡീലേഴ്സിന് അറിയാം ഞങ്ങള്. അപ്പൊ അവര് അഗെയിൻസ്റ്റ് നിങ്ങൾ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയുള്ളൂ, അവർ സപ്ലൈ ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ ഇപ്പൊ കൊച്ചിയിൽ തന്നെ വന്ന് മേടിക്കണമെന്നില്ല. ഈ പേര് തന്നെ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അവരോരുടെ സ്ഥലത്തുള്ള ഡീലേഴ്സിനോട് ചോദിച്ചാലും കിട്ടും. ഇനി അതും അല്ലെങ്കിൽ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലംബേഴ്സ് എന്ന ലിസ്റ്റ് പ്രകാരം ഇവിടെ നിന്ന് അതിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കോട്ട് തരും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കി നോക്കാൻ പറ്റും ഈ കോട്ടിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് സാധനം എടുത്ത് കൊണ്ടുപോയാലും ട്രാൻസ്പോർട്ടിങ് വെച്ച് നോക്കിയാൽ പോലും തീർച്ചയായിട്ടും വളരെ വ്യത്യാസം ഉണ്ടാകും. എന്ന് വെച്ചാൽ ബാത്റൂം ഫിറ്റിങ്സ് അത്രയും എക്സ്പെൻസീവ് ആണ്. തീർച്ചയായിട്ടും ആ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും ഗ്യാരണ്ടി ഉണ്ടാവുന്നത്. സോ താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ബാത്ത് ഫിറ്റിങ്സിനെ കുറിച്ചുള്ള വീഡിയോ? നമ്മൾ ഓരോ വീട്ടിലും ബാത്ത് ഫിറ്റിങ്സിൽ ക്വാളിറ്റി ഉള്ളതും അതുപോലെ പ്രൈസ് വൈസും മികച്ചു നിൽക്കാൻ പറ്റിയ ഒരു ഷോപ്പ് തന്നെയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും ബൈ.